ഹലോ ഗൈസ്, ക്രിസ്മസിന് ലീവ് തരാതെ മാനേജ്മെന്റ് ഞങ്ങളെ ചെറുതായിട്ടൊന്ന് തേച്ചു. പക്ഷെ ക്രിസ്മസ് ആഘോഷിക്കാതെ ഞങ്ങൾ ക്രിസ്ത്യാനികളെ കൊണ്ട് പറ്റുമോ? ഇല്ല. ഇപ്പൊ ക്രിസ്മസ് ഈവനിങ് ഒന്ന് കുഞ്ഞായി സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് ഡിന്നർ പ്രിപ്പറേഷന്റെ ഒരു കുഞ്ഞു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്രിസ്മസ് ഡിന്നറാണ് ടർക്കി റോസ്റ്റ് ഡിന്നർ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഈ ടർക്കി റോസ്റ്റ് ഡിന്നർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കും എന്തുകൊണ്ട് ക്രിസ്മസിൽ മാത്രം ഈ ടർക്കി ഇങ്ങനെ യൂസ് ചെയ്യുന്നു, ടർക്കി ഡിന്നർ സ്പെഷ്യൽ ആകുന്നു എന്നൊക്കെ. അപ്പം ഞാൻ ഇതിൻ്റെ പുറകെ പോയി ഗൂഗിളിനോട് ചോദിച്ചു എന്താണ് കാര്യമെന്ന്. അപ്പോൾ ഗൂഗിൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവേ. 16th സെഞ്ച്വറിയുടെ തുടക്കങ്ങളിൽ നോർത്ത് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ് ടർക്കി. അപ്പോൾ ടർക്കി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ പേർക്ക് അതൊരു സ്പെഷ്യൽ മീറ്റ് ആയിരുന്നു. ബാക്കി ഇവർ നേരത്തെ യൂസ് ചെയ്തിരുന്ന ബീഫും ചിക്കനൊക്കെ പോലെ കോമൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ സെലിബ്രേഷൻസിനൊക്കെ ടർക്കി യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ വലിപ്പം തന്നെയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറിന് ഒരു വലിയൊരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിൽ ഒരു ഫുൾ ടർക്കി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടും ഇവർ ടർക്കീനെ സെലിബ്രേഷൻസിൽ, പ്രത്യേകിച്ച് ക്രിസ്മസ് പോലത്തെ സെലിബ്രേഷൻസിൻ്റെ ഫുഡ് ടേബിളിൽ ഒരു സെൻറ്റർ പീസാക്കി മാറ്റാനായിട്ട് അതും കൂടെ ആ ഒരു ഫാക്ടറോടെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊരു നാടിൻ്റെയും സംസ്കാരവും അവിടുത്തെ ആചാരങ്ങളും എങ്ങനെയാണോ സാഹിത്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അതുപോലൊരു സാഹിത്യത്തിൻ്റെ ഒരു സപ്പോർട്ടും ഈ ടർക്കി ക്രിസ്മസ് ഡിന്നറിൻ്റെ ഭാഗമാകാനായിട്ട് ഉള്ള കാരണങ്ങളിൽ ഒന്നായിരുന്നു. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ പ്രശസ്ത സാഹിത്യകാരനായ ചാൾസ് ഡിക്കൻസിൻ്റെ ക്രിസ്മസ് കരോൾ എന്ന നോവലിലും സ്പെഷ്യലി മെൻഷൻഡ് ആയിരുന്നു ക്രിസ്മസിന് ടർക്കി റോസ്റ്റ് ഡിന്നറിനെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ടർക്കി ഇവിടുത്തെ ക്രിസ്മസ് ഡിന്നർ ടേബിളിൻ്റെ സെൻട്രൽ പീസായിട്ട് മാറി. ചരിത്രമൊക്കെ പറഞ്ഞത് ഇവിടെ ഓൾറെഡി നമ്മുടെ ഫുഡൊക്കെ റെഡിയായി കഴിഞ്ഞു. ഭയങ്കര സിമ്പിളാണ് ഇവിടുത്തെ കുക്കിംഗ് രീതികളൊക്കെ. നമ്മുടെ നാട്ടിലെ പോലെയല്ല. നാട്ടിൽ നമ്മൾ മസാലയൊക്കെ ഇട്ട് നമ്മുടെ ബീഫ് പുരട്ടിയതും ചിക്കൻ്റെ കറിയും ചിക്കൻ റോസ്റ്റൊക്കെ കഴിക്കുന്ന പോലെ അത്രയും ടേസ്റ്റ് അല്ല എങ്കിൽ പോലും ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, അതിൻ്റെ ഹെൽത്തിയാണ്. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിയേർഡ് ഫീലിംഗ് ആയിരുന്നു ഇവിടുത്തെ ഫുഡ് കഴിക്കാനൊക്കെ. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കും എങ്ങനെ ഈ ആൾക്കാർക്ക് ഈ മുളകും മസാലയൊന്നും ഒക്കെ ഇടാതെ, എരിവും പുളിയൊന്നും ഇല്ലാതെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നു എന്നുള്ളത്. പക്ഷെ വൺസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇതും ഭയങ്കര ടേസ്റ്റിയാണ്. അതിനേക്കാളും ഇത് ഭയങ്കര ഹെൽത്തിയാണ്. നമ്മുടെ നാട്ടിലെ ഫുഡിനെ വെച്ചിട്ട് ഒരു ബെറ്റർ ഒരു പോസിറ്റീവ് സൈഡ് പറയുവാണെങ്കിൽ ഇവിടെ ഭയങ്കര ഹെൽത്തി വേയിലാണ് ഇവർ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. വെജിറ്റബിൾസ് ആയാലും അതിൽ കൂടുതലൊന്നും ആഡ് ചെയ്യാതെ വെജിറ്റബിളിൻ്റെ ടേസ്റ്റോടുകൂടെയും അതിൻ്റെ ആ ഒരു ന്യൂട്രീഷൻ വാല്യൂയോടുകൂടെയും കഴിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടമാണ്. അപ്പോൾ സാനുദി ഇവിടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് പ്ലേറ്റ് ചെയ്യുവാണ്. ഞങ്ങൾ ഈ സമയത്ത് ജാങ്കുട്ടനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞു. ജാങ്കുട്ടൻ്റെ ഡിന്നറൊക്കെ കൊടുത്തു കഴിഞ്ഞു. അവന് രാത്രി റാഗിയാണ് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ അവൻ കഴിക്കുവാണെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല. പക്ഷെ ഇന്ന് എൻ്റെ കുഞ്ഞ് അത് ട്രൈ ചെയ്തു. ചിക്കൻ്റെ ഗ്രേവിയിലൊക്കെ ഇട്ടിട്ട് അവനും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ഡിന്നറിൻ്റെ പ്രിപ്പറേഷനൊക്കെ തകൃതിയായിട്ട് ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് പള്ളിയിൽ പോകാത്ത ഒരു വിഷമം തന്നെയായിട്ട് അങ്ങനെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. കാരണം ജാങ്കുട്ടൻ വന്നിട്ട് ഞങ്ങൾ 3 പേരും ഒരുമിച്ചൊരു ക്രിസ്മസ് ഒരുമിച്ച് കൂടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിലായിരുന്നു ജാങ്കുട്ടനുമായിട്ട്, സാനു ഇവിടെയും. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോഴും ഒരുമിച്ച് കൂടാൻ പറ്റിയില്ല. ഇപ്പോൾ ദേ സാനുവിന് ഷിഫ്റ്റും ഞാൻ വീട്ടിലും, അപ്പോഴും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇനി നെക്സ്റ്റ് ക്രിസ്മസ് എങ്കിലും ഹോപ്പ്ഫുള്ളി ഞങ്ങൾ പോവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം നാളെ ഒരു ദിവസം കൂടെ മാത്രമേ ഞങ്ങൾക്ക് ഒരുമിച്ച് ഓഫുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഫോണൊന്നും എടുക്കാൻ പോകുന്നില്ല. നമ്മൾ കൂടുതലും ഒരുമിച്ചിരുന്ന് അങ്ങ് ടൈം സ്പെൻഡ് ചെയ്യുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുപ്പിച്ച് ഷിഫ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി എടുക്കണം. അങ്ങനെ സാധനം അത് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത്രയാണ് ഞങ്ങളുടെ കുഞ്ഞ് ക്രിസ്മസ് ഈവനിങ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചെറിയ സിനിമയൊക്കെ കണ്ടു. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇന്ന് ഒത്തിരി പയ്യെ താമസിച്ചായിരുന്നു കിടന്നത്. കാരണം നാളെ ഓഫാണല്ലോ. അപ്പോൾ നാളെ ഞങ്ങൾക്ക് കുറച്ച് പ്രൊഡക്റ്റീവായിട്ടും ഞങ്ങളുടെ തന്നെ പേഴ്സണൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ കുട്ടി വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു അൻറ്റിൽ നെക്സ്റ്റ് ടൈം. ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും.